ആ ഭാര്യ അതിസുന്ദരിയായ ചെറുപ്പക്കാരി, ഭർത്താവ് അതിസുന്ദരനാണ്. ക്യാൻസർ വന്ന് ഈ കവിളിന്റെ ഭാഗത്ത് ഒരു സുഷിരം വന്ന് അവിടെ നിന്ന് ടവല് മാറ്റിയപ്പോൾ അണപ്പല്ല് വെളിയിൽ കാണാം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വെള്ളം മുഴുവൻ കവിളിലെ മുറിപ്പാടിലൂടെ വെളിയിൽ പോകുന്ന രീതിയിൽ കണ്ടാൽ പേടി തോന്നുന്ന ഒരു രൂപം. ആ സുന്ദരിയായ ഭാര്യ എന്നോട് പറഞ്ഞു, അയാൾ പറഞ്ഞു, സാറേ എന്റെ രോഗമല്ല, എന്റെ സങ്കടം, എന്റെ സുന്ദരിയായ ഭാര്യ ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ എന്നെയും പിടിച്ച് ആർസിസിയിലൂടെ ചികിത്സയ്ക്ക് നടക്കുമ്പോ അവൾ യുവതിയാണ്, അവളെ കല്യാണം കഴിക്കാൻ ധാരാളം ആളുകളുണ്ടാവും, ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമല്ലോ എന്നതാണ് എന്റെ ദുആ എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട പെങ്ങളെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, എന്റെ ഭർത്താവ്, അവരുടെ ഭർത്താവിന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചപ്പോ അവനേക്കാൾ സുന്ദരനാണ് ഭർത്താവ്. ഒരു കാലത്ത് അദ്ദേഹം ഇതായിരുന്നു. ഇന്നത്തെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് കൈ പിടിച്ചാൽ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ, ഞാൻ കൂടെ ഉണ്ടെങ്കിലേ മൂത്രമൊഴിക്കാൻ കഴിയൂ, ഞാൻ ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ, ഞാൻ കൈ പിടിച്ചാലേ ഹോസ്പിറ്റലിൽ പോകാൻ കഴിയൂ. ചികിത്സിച്ച് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് യാതൊരുവിധ പരാതിയുമില്ല. ഞാൻ ചോദിച്ചു, എന്തേ പരാതിയില്ലാത്തതെന്താ? വാക്കവേ, നിങ്ങളുടെ പ്രസംഗം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ഒരു പ്രസംഗത്തിന് നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, അവരും അവരുടെ ഇണകളും സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിലെ സ്വർഗത്തിൽ ചാരിയിരിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് എന്റെ ഭർത്താവിന് എനിക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ മതി. ഇവിടെ നിന്ന് മരിച്ചു പോയാലും എല്ലാം അവസാനിച്ചാലും നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിൽ ഈ ഭർത്താവിന് അതേ രൂപത്തിലും ആരോഗ്യത്തിലും എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊരുത്തത്തിൽ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഭർത്താവിനെ താങ്ങി പിടിച്ചിട്ട് എന്റെ ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരായത്ത്, ഈ ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഓർമ്മിപ്പിക്കുകയാ, എന്തൊക്കെ പ്രയാസം വന്നാലും അതിനേക്ക് മറികടക്കുന്ന ഒരു ചിന്തയറാനാളെ സ്വർഗമുണ്ടല്ലോ. സഹോദര, ആത്മഹത്യ ചെയ്യാനല്ല. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ തളരാനാണെങ്കിലും പട്ടിണി വന്നതിന്റെ ഏഴിൽ ആത്മഹത്യ ചെയ്യുന്ന ധാരാളം ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്.